മധുരോദാരമാം മലയാള കവിത എന്നുള്ള ഈ ഒരു പാട്ടും ലളിതഗാനത്തിന്റെ ഒരു സുഖം അല്ലേ. എന്തൊക്കെ എത്ര സിനിമാ പാട്ടുകൾ വന്നാലും ലളിതഗാനത്തിന്റെ ഒരു സുഖം അല്ലേ. കച്ചേരികൾ നടത്താറുണ്ട് ചിത്രേഷ്ടം? കച്ചേരി ആകെ രണ്ട് പ്രാവശ്യമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഒന്ന് സൂര്യ ഫെസ്റ്റിവലിന് ഞാൻ സ്വാതി തിരുനാൾ മഹാരാജാവിനെ ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് എല്ലാ സ്വാതി തിരുനാൾ കൃതികൾ മാത്രം വെച്ചിട്ട് ഒരു കോൺസെർട്ട് ഇരിക്കും. പക്ഷെ അതിൻ്റെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോഴും തീർന്നിട്ടില്ല. പിന്നെ തിരുവയ്യാറിൽ ഞാൻ പോയി അവിടെ ഒരു കച്ചേരി 20 minutes. അതിലിങ്ങനെ രാഗവും നിരവലും സ്വരവും ഒന്നും വേണ്ട, സ്വാതി തിരുനാൾ പിന്നെ ത്യാഗരാജ കൃതികൾ മാത്രം അങ്ങനെ പാടുന്ന മാതിരി. ചിത്രയെ കണ്ടുപിടിക്കും അങ്ങനെ പറയല ഒരുപാട് പേര് പറയാറുണ്ട്. ആ ചിത്രയെ കണ്ടുപിടിക്കൂ. എത്രത്തോളം വളർന്നിട്ടും എളിമയും വിനയവും ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അല്ല ബേസിക്കലി എന്താ പറയുമ്പോൾ എനിക്കറിയാം എനിക്ക് എന്തൊക്കെ കുറവുകളുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ പാടുന്ന അത്രയും ഒരു 100% പെർഫെക്റ്റ് ആയിട്ടല്ല ഞാൻ പാടുന്നത്, എനിക്ക് അറിയാം. അപ്പൊ അല്ല അതുകൊണ്ട് ഞാൻ വിചാരിക്കും ഞാൻ എന്ത് കണ്ടിട്ട് നമ്മൾ അഹങ്കരിക്കാൻ, നമ്മളെക്കാളും എത്രയോ എന്താ പറയണ്ട ഇത്രയും ടെക്നോളജി ഒന്നും ഇല്ലാത്ത സമയത്ത് ഭയങ്കര ടഫായിട്ടുള്ള പാടിയിട്ടുള്ള ലൈവായിട്ട് ഒറ്റ ടേക്കിൽ പാടിയിട്ടുള്ള വലിയ വലിയ ലെജൻഡറി സിംഗേഴ്സ് നമ്മുടെ മുമ്പിലിരിക്കുമ്പോൾ എന്ത് വെച്ച അഹങ്കാരം കാണിക്കുന്നു. അത് ഈ കുട്ടികൾ മനസ്സിലാക്കണം, ഇപ്പോഴത്തെ കുട്ടികൾ അത് മനസ്സിലാക്കണം. പക്ഷെ എന്താ പറയണ്ട, അത് വീട്ടുകാരും കൂടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമെന്ന് ഞാൻ പറയുള്ളൂ. അച്ഛന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു മകളുടെ വിവാഹം അല്ലെ. അതും സംഗീതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു വ്യക്തി തന്നെ ആയിരിക്കണം എന്ന് പറഞ്ഞു. ഈ പറഞ്ഞതുപോലെ നാളിന്റെ ഇതിന്റെ അമ്മയ്ക്കും ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. പെട്ടെന്ന് എടുത്ത ഒരു തീരുമാനത്തിന് പുറത്തുള്ള വിവാഹം പക്ഷെ ജീവിതത്തിലെ ഏറ്റവും വലിയ എന്താ പറയണ്ട നല്ലൊരു കാര്യമായിട്ട് അത് മാറി. അല്ല ഇങ്ങനൊരു എന്താ പറയണ്ട ഒരു കലയുമായിട്ട് ബന്ധമുള്ള ഒരു കുടുംബത്തിൽ ചെന്ന് കയറാൻ പറ്റി എന്നുള്ളതൊരു വലിയ കാര്യം. പിന്നെ എൻ്റെ മദറിൻലോ എന്ന് പറഞ്ഞ അമ്മ എന്താ പറയണ്ട എൻ്റെ അമ്മ എന്നെ എങ്ങനെ നോക്കും അതുപോലെ നോക്കിയിരുന്ന ഒരു അമ്മയമ്മയാണ് എനിക്ക് കിട്ടിയിരുന്നത് കേട്ടോ. അമ്മ സത്യം പറഞ്ഞാൽ എനിക്ക് അവിടെ ആ വീട്ടിലെ അടുക്കള ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കും. ഞാനൊരു ചായ ഉണ്ടാക്കാൻ അങ്ങനെ എല്ലാ കാര്യത്തിലും അമ്മ എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു എല്ലാ കാര്യങ്ങളിലും. അപ്പൊ അതുപോലെ പിന്നെ വിജയൻ 2 നാത്തൂന്മാരും 2 പേരും. അപ്പൊ എനിക്ക് ആദ്യമൊക്കെ എനിക്ക് പ്രോഗ്രാമിനൊക്കെ ഉള്ള ഉടുപ്പൊക്കെ സെലക്ട് ചെയ്ത് തന്നുകൊണ്ടിരുന്ന ഡിസൈൻ ചെയ്തെന്നൊക്കെ എൻ്റെ ഇളയ നാത്തൂനാണ്. രാജിയാണെങ്കിലും സത്യം പറഞ്ഞാൽ എന്ത് ഇത് വന്നാലും എൻ്റെ കൂടെ നിൽക്കുള്ളൂ അവർ 2 പേരും. എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് 2 പേരും. എന്തുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ള എന്തുണ്ടെങ്കിലും ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ പറയാനുള്ള ആ ഒരു ഫ്രീഡം ഉണ്ട്. പിന്നെ അതുപോലെ വേറെ പിന്നെ വിജയൻ ചേട്ടനെ കുറിച്ച് എന്താ പറയേണ്ടതെന്ന് പറഞ്ഞാൽ എന്താ പറയേണ്ട എനിക്ക് വേണ്ടി തന്നെ ജീവിതം ഒഴിഞ്ഞു വെച്ചു എന്ന് വേണമെങ്കിൽ പറയാൻ. കാരണം അതെ അതെ ആ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ലീവൊക്കെ ഒരു ലിമിറ്റിൽ കൂടുതൽ എടുക്കാം. ഞാൻ തന്നെ ട്രാവലും ചെയ്യൂല, എല്ലായിടത്തും എൻ്റെ കൂടെ ആരെങ്കിലും വരണം. അപ്പം ലീവൊക്കെ ഒരുപാട് എടുക്കാൻ പറ്റാണ്ടൊക്കെ വന്ന സമയത്ത് ജോലി റിസൈൻ ചെയ്ത് പിന്നെ നമ്മൾ ഓഡിയോ എന്ന് ചെയ്ത് അത് എല്ലാം വിജയൻ ചേട്ടൻ്റെ താല്പര്യത്തിലാണ്. ഓഡിയോ ട്രാക്സ് എന്നുള്ള കമ്പനി തുടങ്ങിയതും റെക്കോർഡിംഗ് സ്റ്റുഡിയോ തുടങ്ങിയതും. പക്ഷെ അതൊക്കെ ഇപ്പോൾ നോക്കുമ്പോൾ എൻ്റെ കരിയറിൽ എനിക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. കൂടെ ഒപ്പം നിൽക്കുന്ന ഒരു ഭർത്താവാണ്. അതെ തീർച്ചയായിട്ടും. ആറ്റുനോറ്റുണ്ടായിരുന്നു ശാന്തത്തിലെ ആ പാട്ട് പാടിയപ്പം ഒരുപാട് ഒരു കുഞ്ഞിന് വേണ്ടി മനസ്സുരുകി പ്രാർത്ഥിച്ചു. ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ഒരു കുഞ്ഞിനെ കിട്ടണം എന്ന്. അതിനുശേഷം നന്ദനത്തിലെ കാർമുകിൽ വർണ്ണന്റെ എല്ലാം ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് കണ്ണനെ വിളിച്ചപ്പോൾ അധികം താമസിയാതെ കുഞ്ഞുണ്ടായി. അടുത്ത വർഷം ചിത്രയുടെ ഈ ഒരു ടെൻഷനും ചിത്രയ്ക്കുണ്ട്. എപ്പോ സംസാരിക്കുമ്പോൾ ഒരു കുട്ടിത്തമ്മ. സത്യമായിട്ടും പണ്ട് തൊട്ട് ചിത്രയുടെ സംസാരം കേൾക്കുന്നതിൽ നിന്ന് ഒരു വ്യത്യാസമില്ല ഇപ്പൊ കേൾക്കുമ്പോൾ കുട്ടിത്തോണ്ട്. ഇതൊക്കെ ചിത്രയ്ക്ക് ഇപ്പോഴും കൂടെ കൊണ്ട് നടക്കുമ്പോഴും ഒരമ്മയായതിന്റെ വ്യത്യാസം ജീവിതചര്യകളിലൊക്കെ ഒരുപാട് മാറ്റം വന്നില്ല. ഈ പറഞ്ഞ മാതിരിയാണല്ലോ ബിന്ദു. ശരിക്കും എന്താ പറഞ്ഞ നമ്മള് കുടുംബത്തിന് വേണ്ടിയിട്ട് എല്ലാവരും പെണ്ണുങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് ത്യാഗം ചെയ്ത്. ജോലിക്ക് പോകുന്ന സ്ത്രീകൾ തന്നെ കുടുംബവും കൊണ്ടുപോകണം, അതേപോലെ കരിയറും രണ്ടും കൂടെ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഹസ്ബൻഡിനെ കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞു. എൻ്റെ മോളാണെങ്കിൽ അതുപോലെ കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. സത്യം ഞാൻ എപ്പോഴും ആലോചിക്കും കേട്ടോ. ഓരോ കുഞ്ഞുങ്ങൾ ചില സമയത്ത് അമ്മ കൂടെ ഇല്ലാത്ത സമയത്തൊക്കെ അവർ വാശിയും കരച്ചിലും പിണക്കവും ഒക്കെ കാണിക്കുന്നില്ലേ. എൻ്റെ മോൾക്കിടെ ഞാൻ പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ അവൾക്ക് മനസ്സിലാവും. പക്ഷെ സങ്കടം ഉണ്ട് കേട്ടോ. സങ്കടം കാണിക്കുമെങ്കിലും അവൾ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യുന്നു. പാട്ടൊക്കെ വലിയ ഇഷ്ടം. പ്രോഗ്രാമിന് കൊണ്ടുപോയാലൊക്കെ വലിയ സന്തോഷമാണ്. അപ്പം ഞാൻ അവിടെയൊക്കെ എൻ്റെ കൂടെ ഫോറിൻ ട്രിപ്പിനൊക്കെ കൂടെ കൊണ്ടുപോകുന്ന സമയത്ത് എല്ലാ പ്രോഗ്രാമിനും വന്ന് അവിടെ ഇരിക്കും. പക്ഷെ അല്ലാത്ത എന്താ പറയുക വല്ലാത്ത ക്രൗഡ് വരുന്ന സ്ഥലം, പൊടി, നമുക്ക് പെട്ടെന്ന് ഓടിക്കാറി കയറി അങ്ങനത്തെയൊക്കെ ഉള്ള അവസരങ്ങളിൽ മാത്രമേ ഞാൻ കൊണ്ടുപോകാണ്ടിരിക്കുള്ളൂ. ബാക്കിയുള്ള എൻ്റെ പ്രോഗ്രാമിനെല്ലാം അവൾ വരും. പ്രത്യേകിച്ച് ഓഡിറ്റോറിയം ഒക്കെ ആണെങ്കിൽ എന്നെ പോലെ ഡസ്റ്റ് അലർജി അവൾക്കും ഉണ്ട്. ഒരു സ്വാർത്ഥതയില്ലാത്ത അഹങ്കാരം ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ഇരിക്കുന്നത്. എങ്കിലും മകളായതിനു ശേഷം ഒരു പൊസസീവ്നെസ്
കൂടിയിട്ടില്ല. മകളോട് ഏതൊരമ്മയ്ക്കും ഉണ്ടാകുന്ന അത് പിന്നെ ഡെഫിനറ്റ് ആയിട്ടും ഉണ്ടല്ലോ. മകൾ 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 എന്നുള്ളൊരു ചിന്ത. അല്ല, പിന്നെ നമ്മുടെ മെയിൻ ഇപ്പൊ ഒരു ദിവസത്തിൽ ഞാനിപ്പം ഇവിടെ നാട്ടിലേക്ക് വന്നിരിക്കുകയാണെങ്കിൽ പോലും അവൾ അവിടെയാണെങ്കിൽ ഒരു ദിവസം ഒരു 4-5 പ്രാവശ്യമെങ്കിലും ഞാൻ വിളിച്ച് ചോദിക്കും അവൾ എന്ത് ചെയ്യണോ, മര്യാദയ്ക്ക് ആഹാരം കഴിച്ചോ, ബാത്റൂമിൽ പോയോ, എല്ലാം ചോദിക്കും ഞാൻ. ഈ ചിരി മോൾക്ക് കിട്ടിയിട്ടുണ്ടോ? പണ്ട് ചിത്രം ചിരിക്കുമ്പോ ഞങ്ങൾ പറയും ദേ വര തെളിയുന്നേ വര തെളിയുന്നേ, അതൊരു വര പോലെ. അവളുടെ കണ്ണു ഇത് തന്നെ, എന്നെ പോലെ 2 വരെയാണ് കണ്ണു. ഒരു ചൊല്ലുണ്ട് മലയാളത്തില്, കൊച്ചിന്റെ അച്ഛൻ വിദ്വാനെങ്കിൽ കൊച്ചിനെ വിദ്യ പഠിപ്പിക്കേണ്ടത്. ഇവിടെ അമ്മയാണ്. അത് തീർച്ചയായിട്ടും മകൾക്കും കിട്ടണേ എന്നുള്ളൊരു പ്രാർത്ഥനയില്ലേ? അങ്ങനെ ഞാൻ വരണമെങ്കിൽ കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ, അത്രേ ഉള്ളൂ. ഞാൻ എൻ്റെ അച്ഛനും അമ്മയും അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അങ്ങനെ ഞാൻ തല്ലി പഴിപ്പിച്ച് നമ്മൾ ചെയ്യാൻ പാടില്ല. അവൾക്ക് ടേസ്റ്റ് ഉണ്ടെങ്കിൽ അവളെ തീർച്ചയായിട്ടും ഞാൻ പാട്ട് പഠിപ്പിക്കാനും വിടും. അതെ അതെ അതെ, സ്വന്തമായിട്ട് ആദ്യം പറഞ്ഞിട്ടുണ്ട്. മുമ്പ് പാട്ട് പഠിക്കാൻ മടി കാണിച്ചിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഒരിക്കൽ അവള് തന്നെ പറഞ്ഞു എനിക്ക് പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർക്കൊരു ഇൻട്രസ്റ്റ് വരുന്നെങ്കിലേ നമുക്കത് ചെയ്യാം. ഇപ്പം ഈ പറഞ്ഞ പോലെ ഉണ്ടാവാനായിട്ട് ആഗ്രഹിച്ച സമയത്തുള്ള പാട്ട് ആറ്റുനോറ്റുണ്ടായിരുന്നുണ്ടി പാടി കഴിഞ്ഞപ്പോൾ ഉണ്ടായത്, അതിലേതെങ്കിലും ഒരു ഗാനം ഒന്ന് പാടാമോ? കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ ചേരുമോടക്കുഴലിൻ്റെ ഉള്ളിൽ വീണുറങ്ങുന്നൊരു ശ്രീരാഗമേ നിന്നെ പുൽകിയുണർത്താൻ മറന്നു കണ്ണൻ. കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ. അയ്യോ നിർത്തല്ലേ. ഞാൻ എന്നിഴിനാളമണയാതിരിച്ചും നീറും നെഞ്ചകം അകിലായി പുകച്ചും. ഞാൻ എന്നിഴിനാളം അണയാതിരിച്ചും നീറും നെഞ്ചകം അകിലായി പുകച്ചും. വാടും കരൾ തടം കണ്ണീരാൽ നനച്ചും നിന്നെ തേടി നടന്നു തളർന്നു കൃഷ്ണ നീയൻ നൊമ്പരമറിയുമോ ശ്യാമവർണ്ണ. കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ ചേരുമോടക്കുഴലിൻ്റെ ഉള്ളിൽ വീണുറങ്ങുന്നൊരു ശ്രീരാഗമേ നിന്നെ പുൽകിയുണർത്താൻ മറന്നു കണ്ണൻ. കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ. ഈ നല്ലൊരു കളക്ഷൻ തന്നെ ചിത്രയ്ക്കുണ്ട് അല്ലേ? എനിക്ക് തോന്നുന്നു ആർ ഡി ബർമൻ സാറെല്ലാം ചിത്രയെ പഠിപ്പിച്ചത് ഞാൻ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ അടുത്ത കാലത്തുള്ള കുറച്ച് മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ മാത്രം. കാരണം അവര് ട്രാക്ക് പാടിത്തരാറില്ല, പഠിപ്പിച്ചു തരാറില്ല. ഏതെങ്കിലും ട്രാക്ക് ആരെങ്കിലും പാടിക്കൊണ്ടുവന്നാണ് പാടുന്നത്. അപ്പം അങ്ങനെയുള്ളവരുടെ ഒഴികെ ബാക്കി എന്നെ പഠിപ്പിച്ചിട്ടുള്ള എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിന്റെയും കുറച്ച് വോയിസ് എന്നെ പഠിപ്പിക്കുന്നത് ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു കളക്ഷൻ. പഴയ പാട്ടുകളും കുറേ ഉണ്ട് എൻ്റെ. ഒരുപാട് സംഗീത സംവിധായകരുടെ കീഴിൽ ഒരുപാട് ഗാനങ്ങൾ പാടി. സ്വന്തമായിട്ട് സംഗീത സംവിധായികയാകണം എന്നുള്ളൊരു മോഹം ഇല്ല. അതെ, ഒന്നാമത് അത്. പക്ഷെ വേറെന്ന് എന്താ പറയുക, ഒരു സിറ്റുവേഷൻ പറഞ്ഞ് അതിനനുസരിച്ചൊരു മ്യൂസിക് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു നിസ്സാര കാര്യമല്ല കേട്ടോ. അപ്പൊ ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചുമ്മാ എനിക്ക് വല്ല ഈ എന്താ വല്ല ശ്ലോകങ്ങളൊക്കെ കണ്ടാൽ ചിലപ്പോൾ ഞാനത് ഇങ്ങനെ ശ്രമിച്ച് നോക്കിയിട്ടുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, ശ്രമിച്ച് നോക്കിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് എപ്പോഴും വേറെ പല പാട്ടുകളുടെയും ഛായയൊക്കെ തോന്നും. അപ്പൊ പിന്നെ എനിക്ക് ഈ പണി പറഞ്ഞിട്ടില്ല എന്ന് വെച്ചാൽ ഞാനങ്ങ് നിർത്തും. പക്ഷെ അതല്ലാതെ ഇപ്പോൾ പിന്നെ എന്താ പറയണ്ടേ, ചില പ്രാർത്ഥനകളൊക്കെ ഇല്ല, നമ്മുടെ ശ്ലോകങ്ങൾ, അതൊക്കെ ഞാൻ ഏതെങ്കിലും ഒരു രാഗം ബേസിൽ ചുമ്മാ പാടാറുണ്ട്. സംഗീതം, പണം, പ്രശസ്തി, നല്ലൊരു ഭർത്താവ്, നല്ലൊരു മകള്, ജീവിതത്തിൽ കിട്ടാവുന്നതൊക്കെ കിട്ടി. എങ്കിലും ഇനി സങ്കടങ്ങൾ എന്തെങ്കിലും ബാക്കിയുണ്ടോ? അയ്യോ, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയണം? സങ്കടങ്ങൾ എല്ലാവർക്കും എപ്പോഴും